സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമന്നാരായണീയത്തിൽ 11ാമത്തെ ദശകത്തിൽ ജയവിജയന്മാരുടെ ശാപം നിമിത്തം ദിതിയുടെയും കശ്യപൻ്റെയും മക്കളായിട്ട് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും രണ്ട് യമന്മാർ എന്ന നിലയ്ക്ക് ലോകത്തിന് അത്രയധികം ദ്രോഹകാരികളായി ജനിച്ച വൃത്താന്തമാണ് പറഞ്ഞു വച്ചത്. അവരുടെ തുടർന്നുള്ള പ്രവൃത്തി വർണ്ണിക്കണ 9ാമത്തെ ശ്ലോകം. തയോർ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായധാവൻ അനവാപ്തവൈരീ ഭവത് പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്ജ ചചാരഗർവാത് വിനദൻ ഗതാവാൻ. ഹിരണ്യാക്ഷൻ്റെ പ്രവൃത്തി, അനുജൻ്റെ പ്രവൃത്തി വരെയാണ്. ഹിരണ്യാക്ഷൻ മഹാസുരേന്ദ്രോ, ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന സുരേന്ദ്രൻ, അസുരൻ ശ്രേഷ്ഠൻ എന്നാണ്. ഇന്ദ്രൻ എന്നൊക്കെ പറയുമ്പോൾ അസുരന്മാരിൽ കേമൻ എന്നുള്ള അർത്ഥം, നല്ല അർത്ഥത്തിലൊന്നും അല്ല കേട്ടോ. കേമത്തം അല്ലാണ്ട് ഉണ്ടാവാം. കേമത്തം എന്ന് പറഞ്ഞാൽ നല്ലതും ആവാൻ ചീത്തയാവാൻ എന്ന് പറഞ്ഞാൽ ഈ അസുരേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാലേ അസുരന്മാരിൽ കേമൻ ആണ് എന്ന് നടിക്കുന്നവൻ അങ്ങനെയാവാം. എന്തായാലും അസുരേന്ദ്രൻ ഒരു സാധാരണക്കാരനല്ല എന്നർത്ഥം. അസുരേന്ദ്രൻ, അസുരക്കേമൻ, അസുരവമ്പൻ, ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന മഹാസുരപ്രമാണി എന്ന് പറയാം വേണമെങ്കിൽ. എന്തു ചെയ്തു? കൈ ഇങ്ങനെ ബലം കൊണ്ട് തരിക്കുകയാണ്. അത് എവിടെയെങ്കിലും പ്രയോഗിക്കേണ്ടേ? ആരെങ്കിലും രണ്ട് കൊടുക്കാൻ തോന്നണത് എപ്പോഴാച്ചാൽ ഈ കയ്യിന് ബലവും ഊക്കും കൂടുമ്പോഴാണ്. ഇത് പ്രയോഗിക്കാൻ ഒരു മാർഗം കാണാനില്ല. രണായ ധാവൻ അനവാപ്ത വൈരി, വൈരിയെ കിട്ടണ്ടേ? തനിക്ക് ഒത്തതായ ഒരു ശത്രുവിനെ കിട്ടാതെ, അനവാപ്ത കിട്ടാതെ, ആപ്ത എന്ന് പറഞ്ഞാൽ കിട്ടുക, അനവാപ്ത കിട്ടാതിരിക്കുക. വൈരി, ഒരു ശത്രുവിൽ തൻ്റെ കൈബലം പ്രയോഗിക്കാനില്ലല്ലോ എന്നോർത്ത് ദുഃഖിച്ചു. ദുഃഖം പലതരത്തിലെ ആൾക്കാരെ, ധാരാളം ശാരീരികർക്ക് ഏതാ പ്രശ്നം ഉണ്ടാവുക, ഏതാ കൊടുക്കണ്ട്, എന്താത്തൊരു കഷ്ടം. ഇത്രയും സാധനം ഉണ്ട്, അതിപ്പോൾ ഏതാ കൊടുക്കണ്ടെന്ന് പറഞ്ഞു തരൂ. രണ്ടെണ്ണയിലും ഒരു പ്രശ്നമില്ല എന്ന പോലെ ഇയാളുടെ ദുഃഖം ഇപ്പം എന്താ? രോഗമില്ല, ദാരിദ്ര്യമില്ല, പരിഹാരത്തിൻ്റെ പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നം ശരി, ഈ കൈത്തരിപ്പ് പ്രയോഗിക്കാൻ ഒരു മാർഗമില്ലല്ലോ, അപ്പം അയാളുടെ ദുഃഖം. അനവാപ്ത വൈരി, വൈരിയെ കിട്ടാതെ എന്ത് ചെയ്തു? രണായ ധാവൻ. രണം എന്ന് പറഞ്ഞാൽ യുദ്ധം. യുദ്ധത്തിന് വേണ്ടി അതിന് പാഞ്ഞ് നടക്കുക. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉത്രാടത്തിന്, ഓണത്തിന് കാര്യങ്ങൾ ഒരുക്കാൻ പാഞ്ഞ് നടക്കുക, വിവാഹത്തിന് ഒരുക്കാൻ പാഞ്ഞ് നടക്കുക ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരാൾ മരിച്ചാൽ അതിൻ്റെ അന്ത്യകർമ്മങ്ങൾക്കായിട്ട് ചിലർ പാഞ്ഞ് നടക്കാറുണ്ട്, സാധനങ്ങൾ ഒരുക്കാൻ. എന്നാൽ യുദ്ധത്തിന് ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ട് പാഞ്ഞ് നടക്കലോ പൊതുവേ അല്ലേ? സാധാരണ ബുദ്ധിയിലോരാരും പതിവില്ല. ഉണ്ടായ ശത്രുവിനെ ഇല്ലാണ്ടേക്കാനാണ് നോക്കേണ്ടത്, അല്ലാതെ ശത്രുക്കളെ ഉണ്ടാക്കാൻ ഒന്നും കാണാനില്ല. രണായ ധാവൻ, യുദ്ധം ചെയ്യാൻ ഒരാളെ എങ്ങനെ കിട്ടും എൻ്റെ ഈശ്വര? വൈരിയെ കിട്ടാതെ ഇങ്ങനെ ഓടി നടക്കുകയാണ് എന്നാണ്. അവസാനം ഒരു മാർഗ്ഗം ആരോ പറഞ്ഞു കൊടുത്തിട്ടാവാം എന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യുക, വിഷ്ണുവിനെ എതിരാളിയാക്കാൻ മാർഗമുണ്ടോ ചിന്തിച്ചിട്ട് എന്ത് ചെയ്തു? ഭവത് പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്ജ. ഈ ഭൂമിദേവി ആരാണ്? ഭഗവാന്റെ പത്നിയാണ്. ഈ വല്ലാതെ കയ്യൂക്ക് കൂടിയാൽ കേമന്മാരുടെ പത്നിമാരിലൊക്കെ ഇത്ര ശ്രദ്ധ ഉണ്ടാവുക. രാവണന് സീതയിലാണ് ആഗ്രഹം, വേറെ ആരും കിട്ടിയില്ല കളിക്കാനായി. രാമപത്നി ആയിക്കോട്ടെ, അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്തു. ഇവിടെ ഒട്ടും കുറഞ്ഞില്ല. വിഷ്ണുവിൻ്റെ പത്നിയായിട്ടുള്ള ഭൂമിയോട് എന്ത് ചെയ്തു? അപഹരിച്ച് വെള്ളത്തിൽ കൊണ്ടുപോയിട്ടാണ് മുക്കി. ശ്വാസം മുട്ടി ബുദ്ധിമുട്ടട്ടെ. ഭഗവാന്റെ പത്നിയോടാണ് കളി. ഇനി ഏതായാലും ശത്രുവിനെ കിട്ടാത്ത വിഷമം തീരും.
മോഹാട് തീരുക, മലയാളത്തിൽ പൂതി തീരുക എന്ന് പറയുമല്ലോ. ഏറ്റവും വേണ്ട രീതിയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് ഭഗവാൻ പ്രേരിപ്പിച്ചിട്ടാവാം. ഭവത് പ്രിയാം ക്ഷ്മാം. ക്ഷ്മ എന്ന് പറഞ്ഞാൽ ബുദ്ധി. അതുകൊണ്ടാണ് ഈ ക്ഷമ എന്നുള്ളത് പിരിച്ച് വരണത് എന്നാണ്. ഭൂമിക്ക് നല്ല ക്ഷമയുണ്ടല്ലോ. ക്ഷമാന് ഒന്ന് പിരിച്ചെഴുതിയാൽ എന്തായിട്ട് മാറും? ക്ഷമയായി. ഒന്നിച്ച് ചേർത്ത ക്ഷമ എന്ന് പറഞ്ഞാൽ ഭൂമി, ക്ഷമ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. ക്ഷമ. ഭവൻ പ്രിയാം ക്ഷമാം. സർവേശ്വര, അങ്ങയുടെ പത്നിയായിരിക്കുന്ന ആ ഭൂമിയെ സലിലേ നിമജ്ജ. സലിലം വെള്ളം, അതിലാണ്ട് കൊണ്ടുപോയിട്ട് മുക്കി. ഇവിടെ വരട്ടെ ചോദിക്കാൻ. അപ്പം നോക്കാം എന്നും കരുതിയിട്ടേ. എന്നിട്ട് എന്ത് ചെയ്തു? ഗർവാത് വിനദൻ ഗതാവാൻ വിചചാര. തൻ്റെ കയ്യിൽ എവിടുന്ന് ഒരു ഗത സമ്പാദിച്ചിട്ടുണ്ട്. ആ ഗതി എടുത്തിട്ട് ഇങ്ങോട്ട് വാ, ധൈര്യം ഉണ്ടെങ്കിൽ ചോദിക്കാനെന്നും പറഞ്ഞിട്ടാണ് വിചചാര. എല്ലാ ദിക്കിലും നടന്നു. എവിടെ വിഷ്ണു, എവിടെ വിഷ്ണു എന്നും ചോദിച്ചിട്ടേ. ഭാഗവതത്തിൽ പറയുക, വരുണനോട് ആദ്യം യുദ്ധത്തിന് പോയി എന്നാണ്. അപ്പോൾ വരുണൻ എനിക്ക് വയസ്സായതുകൊണ്ട് തന്നോട് പറ്റില്ല എന്ന് പറഞ്ഞു. തന്നെപ്പോലുള്ള കൂറ്റന്മാരോട് എന്നെപ്പോലുള്ള വയസ്സന്മാർ മുട്ടാൻ വന്നാൽ ശരിയാവുമോ? അതുകൊണ്ട് പറ്റിയ എതിരാളി വിഷ്ണുവാണ് എന്ന് വരുണൻ പറഞ്ഞു കൊടുത്തു എന്ന് പറയണു. ഇപ്പം ഇവിടെയും വരുണൻ്റെ അടുത്ത് പോയതായിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഗതി എടുത്തിട്ട് ഇങ്ങനെ പോയിട്ട് എവിടേക്ക് എത്തി? വരുണൻ്റെ അടുത്തേക്ക് എത്തി എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. തയോർ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവൻ അനവാപ്ത വൈരി. വൈരിയെ കിട്ടാതെ കണ്ട് യുദ്ധത്തിന് ഓടി നടന്നു. രണായ ധാവൻ, എതിരാളിയെ കിട്ടാൻ വേണ്ടി ഓടി നടക്കുക. വല്ലാത്തൊരു കഷ്ടം. ഭവത് പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്ജ. അങ്ങയുടെ പ്രിയ പത്നിയായിരിക്കുന്ന ക്ഷ്മ ഭൂമിയെ വെള്ളത്തിൽ മുക്കി അഹങ്കാരത്തോടുകൂടെ ഗർവാത്. ഇങ്ങോട്ട് വാ ചോദിക്കാം. അപ്പം ഞാൻ ഇവിടെ കാണിച്ചു തരാം. എന്നെ വരുത്താൻ വേണ്ടി തന്നെ ഞാൻ ഇത് ചെയ്തത് എന്നുള്ള ഗർവം കൊണ്ട്, അഹങ്കാരം കൊണ്ട് ഗതയും കയ്യിൽ പിടിച്ച് ചുറ്റി സഞ്ചരിച്ചു. എവിടെ വിഷ്ണു ചോദിക്കാൻ ആളുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട്. അടുത്ത ശ്ലോകം എന്താണ്? വരുണൻ്റെ അടുത്ത് പോവുകയാണ്. തതോ ജലേ സദൃശം ഭവന്തം നിശമ്യ ഭ്രാമഗവേഷയം ത്വാം ഭക്തേകദൃശ്യ സകൃപാനിധേത്വം നിരുന്തിരോഗാൻ മരുതാലയേഷ. അവസാനത്തെ വരിയിൽ തൻ്റെ രോഗത്തെ മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ബാക്കി 3 വരിയിലാണ് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ബാക്കി അടുത്ത ദശകത്തിൽ തുടരുകയാണ്. കഥ മുഴുവനാവണില്ല. ജലേശാത്, ജലേശൻ വരുണൻ. ആരൊക്കെയോ പറഞ്ഞു കൊടുത്തു. വരുണൻ ഒരു രാജസൂയ നടത്തിയിട്ട് എല്ലാവരേക്കാൾ കേമനാക്കാൻ ആവാൻ ശ്രമിച്ചിട്ടുണ്ട് ഹിരണ്യാക്ഷ. താൻ ഇവിടെ ഉള്ളപ്പോൾ വേറൊരു രാജസൂയ നടത്തിയ ആൾ ചക്രവർത്തി ഇവിടെ ഉണ്ടാവാൻ പാടോ എന്ന് മെല്ലെ ഏഷണി കൂട്ടി. നാരദനുണ്ട് അതിൻ്റെ പിന്നാലെ. നാരദൻ പിന്നെ വരികയാണെന്നാണ്. ജലേശനിൽ നിന്ന് ഭവന്തം സദൃശം. അപ്പം വരുണനോട് ചോദിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട് ഭാഗവതത്തിൽ. എന്നോട് ചോദിക്കാതെ താൻ എങ്ങനെയാ രാജസൂയ നടത്തുക? രാജസൂയ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ രാജാക്കന്മാരെയും ജയിച്ചതാണ്. ജയിച്ച ഒരു ഇതാണല്ലോ രാജസൂയം. അങ്ങനത്തെ ചടങ്ങാണ്. അപ്പം എന്നെ ജയിച്ചിട്ടുണ്ടോ താൻ? എന്നോട് യുദ്ധത്തിന് വന്നിട്ടുണ്ടോ? പിന്നെ എങ്ങനെ അങ്ങനെ രാജസൂയ നടത്തി അത് സാധുവാവുക? അപ്പം വരുണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹിരണ്യാക്ഷ, അത് ഇപ്പോഴൊന്നുമല്ല. ആരാ അങ്ങയോടിപ്പോൾ ഇത് പറഞ്ഞു തന്നത്? ഞാൻ രാജസൂയ നടത്തിയത് അങ്ങ് ജനിക്കണേൻ്റെ മുമ്പെയാണ്. ജനിക്കാത്ത അങ്ങയോട് സമ്മതം ചോദിക്കാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടാവും. യാലോകിയാക്കണ്ടാവും വിചാരിച്ചു. അതിപ്പോഴൊന്നും അല്ല. അപ്പം ഹിരണ്യാക്ഷൻ പറഞ്ഞു, ഇപ്പോഴായാലും എപ്പോഴായാലും എനിക്ക് ഒറ്റ കാര്യം അറിയണ്ടു. ഇപ്പോൾ എന്നോട് യുദ്ധം ചെയ്യാൻ തനിക്ക് പറ്റുമില്ലേ? താൻ രാജസൂയത്തിൻ്റെ കഥ മാറ്റി വയ്ക്കുക. എന്നോട് യുദ്ധം ചെയ്യാൻ തനിക്ക് പറ്റുമോ? ഇപ്പം തനിക്ക് ഒരു എതിരാളി ഉണ്ട്, എന്നെ തോൽപ്പിക്കണം, പറ്റുമോ? അപ്പോഴാണ് വരുണം പറഞ്ഞത്, വയസ്സായതുകൊണ്ട് ഇപ്പം എന്തായാലും ഞാനതിന് മുതിരണില്ല. എന്നെക്കാളും തനിക്കിപ്പോൾ പറ്റിയ ആളല്ലേ വേണ്ടത്? ഒരാളുണ്ട്. അതാരാണ്? ഗവേഷയം സ്ത്വാം. സർവേശ്വര ഗുരുവായൂരപ്പ അങ്ങേ നാരദൻ പറഞ്ഞു കൊടുത്തിട്ടാണ് എന്ന് പറയും ഭാഗവതത്തിൽ. ത്വാം വരുണം പറഞ്ഞു കൊടുത്തു. ഡയറക്റ്റ് ഇവിടെയും പറയണം. ഒരാളുണ്ടെന്നേ വരുണം പറഞ്ഞുള്ളൂ.
അതാരാ എന്ന് നാരദനാണോ പറഞ്ഞു കൊടുത്തതെന്ന് അങ്ങനെയാവാം. വരുണനിൽ നിന്നും നാരദനിൽ നിന്നും മനസ്സിലാക്കി വിഷ്ണു പറ്റിയിട്ടുള്ള എതിരാളിയാണ്. തൻ്റെ അഹങ്കാരവും കൈത്തരിപ്പും ഒക്കെ അതോട് കൂടിയിട്ട് തീരും. നിശമ്യ കേട്ടിട്ട്, ശമ്യ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട്, നിശാമ്യ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്. ഒരു ദീർഘം വരുമ്പോഴേക്കും അർത്ഥം മാറിയതാണ് സംസ്കൃതത്തിൻ്റെ പ്രത്യേകത. നിശമ്യ കേട്ടിട്ട്. വരുണനിൽ നിന്നും നാരദനും ഉണ്ട് കേട്ടോ. പറഞ്ഞു കൊടുത്തിട്ട് എന്ത് മനസ്സിലാക്കി ഹിരണ്യാക്ഷൻ? അങ്ങാണ് എതിരാളി. ത്വാം അങ്ങയെ, ത്വം അങ്ങ്, ത്വാം അങ്ങയെ. ദീർഘം കൂടുമ്പോഴേക്കും അവിടെ അർത്ഥം മാറി. ത്വം എന്ന് പറഞ്ഞാൽ അങ്ങ്, ത്വാം എന്ന് പറഞ്ഞാൽ അങ്ങയെ. ആ ഒരു രീതിയിൽ അവർ അങ്ങയെ എതിരാളിയായി കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഗവേഷയം അന്വേഷിച്ചു. എവിടെയാ വിഷ്ണു, എവിടെയാ വിഷ്ണു, എവിടെയാ വിഷ്ണു? നല്ല കാര്യമാണ്. വിഷ്ണു എവിടെ എന്നിങ്ങനെ ചോദിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ആരായാലും അതിൻ്റെ ബലം മോക്ഷാർത്ഥരേ. ഞങ്ങൾക്ക് ഈശ്വരനെ കാണണം. ആ കഥ തന്നെയല്ലേ ധ്രുവനും ഭക്തന്മാരും ഒക്കെ ചെയ്തത്. കൃഷ്ണനെ എവിടെ, ഭഗവാനെ എവിടെ അന്വേഷിച്ച് നടക്കാണ്ടോ പ്രഹ്ലാദനും ചെയ്തത്. ഇത് വിദ്വേഷ രീതിയിലാണെന്നേ ഉള്ളൂ. പക്ഷെ ചിന്താവിഷയം ഭഗവാനാണ്. അപ്പം അതിനകത്തൊരു ഭക്തിയുടെ ഒരു മൂല്യമുണ്ട്. ഗവേഷയം സ്ത്വാം, എവിടെയാ വിഷ്ണു, എവിടെയാ വിഷ്ണു എന്ന് അന്വേഷിച്ചുകൊണ്ട് ഗവേഷണം നടത്തിക്കൊണ്ട് നടന്നു. കാണുന്നതും യുദ്ധം ചെയ്യണതൊക്കെ അടുത്ത ദശകത്തിലാണ് വർണ്ണിക്കുന്നത്. അവിടെ നടന്നു എന്ന് പറഞ്ഞുകൊടുത്ത് കഥ താൽക്കാലികമായിട്ട് നിർത്തി. പിന്നെ ഒരു തത്വം പറഞ്ഞു. ഭക്തൈകദൃശ്യ സകൃപാനിധേത്വം. അല്ലയോ സർവേശ്വര കൃപാനിധി, അങ്ങ് ആരുടെ മുമ്പിലാണ് വരിക? ഭക്തന്മാർക്ക് മാത്രം ദൃശ്യനാണ്. അല്ലാത്തവർക്ക് മുമ്പിലുണ്ടെങ്കിലും അവർക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാണ്ട വിധം മറഞ്ഞു നിൽക്കാൻ കഴിവുള്ള ആളാണ്. ഭക്തൈക ദൃശ്യ. ഹിരണ്യാക്ഷൻ കാണുന്നുണ്ട്, യുദ്ധവും ചെയ്യണ്ട. അപ്പം ഹിരണ്യാക്ഷൻ ഭക്തനാണെന്ന് ഉറപ്പായില്ലേ? ഭക്തൈക ദൃശ്യ കൃപാനിധേത്വം. കാണുന്നുണ്ട്, യുദ്ധം ചെയ്യുന്നുണ്ട് ഒക്കെ പറഞ്ഞാൽ അടുത്ത ദശകത്തിലാണ്. ഭക്തന്മാർക്ക് മാത്രം കാണാൻ പറ്റും. നമുക്കിതുവരെ കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ഭക്തന്മാരായിട്ടില്ല. ഇനിയും കുറേ ഉയരാണ്ട്. സംശയമൊന്നും വേണ്ട, അല്ലച്ച കാണാൻ പറ്റുന്നതാണ്. ഭക്തേക ദൃശ്യ സകൃപാനിധേ ത്വം. അവരുടെ മുമ്പിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന വാതാലയേശ, മരുതാലയേശ. മരുത്തുന്ന കാറ്റാണ് മരുതാലയേശ. അതിൻ്റെ ഇവൻ ഗുരുവായൂരപ്പൻ. എൻ്റെ രോഗത്തെ മാറ്റി തരയണമേ. അപ്പോൾ വൈരിയെ കിട്ടാതെ അന്വേഷിച്ച് ഓടി ഭഗവാന്റെ പത്നിയായിരിക്കുന്ന ഭൂമിയെ വെള്ളത്തിൽ താഴ്ത്തിവെച്ചു. തയോർ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവൻ അനവാപ്ത വൈരി. വൈരിയെ കിട്ടാതെ രണായ ധാവൻ, യുദ്ധത്തിനായിക്കൊണ്ട് ഓടി നടന്നു. ധാവൻ ഓടുക. ഭവത് പ്രിയാക്ഷ്മാം സ്വലിലേ നിമജ്ജ. അങ്ങയുടെ പ്രിയ ആയതായ ഭൂമിയെ വെള്ളത്തിൽ താഴ്ത്തിയിട്ട് ചചാരഗർവാത്, അഹങ്കാരം കൊണ്ട് ഗത കയ്യിൽ പിടിച്ച് നടന്നു. തതോ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമഗവേഷയൻ ത്വാം. ജലേശനായ വരുണനിൽ നിന്ന് അങ്ങയെ ശക്തനായി കേട്ടിട്ട് നിശമ്യ അങ്ങയെ അന്വേഷിച്ചു. ഗവേഷയൻ ത്വാം, ഗത കയ്യിൽ പിടിച്ചോട്. ബഭ്രാമ ചുറ്റിത്തിരിയ എന്നാണ്. നടന്ന് 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 അന്വേഷിച്ചു. ബഭ്രാമ നിന്തിരുവടി അന്വേഷിച്ചുകൊണ്ട് ഓടി നടന്നു. ഓടി അന്വേഷിച്ചു, ഓടി നടന്ന് അന്വേഷിച്ചു. ആർക്കാണ് അങ്ങ് കാണുക, കാണപ്പെടുക? ഭക്തൈക ദൃശ്യ സ കൃപാനിധേത്വം. ഹേ കൃപാനിധേത്വം ഭക്തൈക ദൃശ്യ. ഭക്തന്മാർക്ക് മാത്രം കാണപ്പെടുന്നവനാണല്ലോ. അങ്ങനെയുള്ള സർവേശ്വര എൻ്റെ രോഗത്തെ മാറ്റിത്തരണമേ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.